a failure. Hey dear anime friends, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 ന്യൂ ആനിമേസ് യു മസ്റ്റ് വാച്ച് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്ന് രാവിലെ ഞാൻ സോറോ ആഫ്റ്റർ വാനോ എന്നുള്ള വീഡിയോയുടെ പാർട്ട് 2 ഇറക്കിയിരുന്നു. ടൈം ഉള്ളപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആക്ച്വലി ഞാൻ വൺ പീസിന്റെ ഒരു വീഡിയോ ഒരു തിയറി വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു. സോ ഇതൊരു ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് ആദ്യം ഈ വീഡിയോ ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചു. ആൻഡ് ഇതേപോലെ ന്യൂ വെബ് സീരീസ് ആൻഡ് ടോപ്പ് 10 മസ്റ്റ് വാച്ച് ആക്ഷൻ മൂവീസ് എന്ന ടോപ്പിക്കൊക്കെ കവർ ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആ വീഡിയോ വേണോ വേണ്ടേ എന്നൊക്കെ. സോ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതേപോലെ ആനിമെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും എനിക്ക് പുതിയ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഓൾസോ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ടു സപ്പോർട്ട് മീ. ആൻഡ് ആനിമെ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ആനിമെ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ടോപ്പിക്. ആൻഡ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഈ വീഡിയോസിൽ പറയുന്ന ആനിമെ ഒന്നും ഞാൻ റാങ്ക് ചെയ്തിട്ടില്ല, റാൻഡമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡെവിൾ മേ ക്രൈ എന്ന ആനിമയാണ്. ആക്ച്വലി ഇത് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഇംപ്രൂവ്ഡ് റീമേക്ക് ആണ് എന്ന് പറയാം. ആൻഡ് നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്റ്റായ കാസ്ലവേനിയ എന്ന ആനിമേറ്റഡ് സീരീസിന്റെ ക്രിയേറ്ററായ ആദിശങ്കർ തന്നെയാണ് ഈ ആനിമയുടെയും ക്രിയേറ്റർ. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡെവിൾ മേ ക്രൈയുടെ ലെവൽ ഇനി എവിടെ വരെ പോകുമെന്ന്. ടോട്ടൽ 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. വേഗം തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാം. ആൻഡ് സീസൺ 2 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓവറോൾ ഒരു ആക്ഷൻ ബാക്ഡ് ആയ കൂൾ ആനിമെ തന്നെയാണ് ഡെവിൾ മേ ക്രൈ. മ്യൂസിക് സെക്ഷൻ എല്ലാം റിയലി വണ്ടർഫുൾ ആണ്. ഓഡിയൻസിനെ പംപ്ഡ് ആക്കുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. സോ ഒരു ന്യൂ ജെൻ സ്റ്റൈൽ വെറൈറ്റി ആയ ആനിമെ കാണണമെന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ആനിമയാണ് ഡെവിൾ മേ ക്രൈ. അതേപോലെ നിങ്ങൾ കാസ്റ്റൽവേനിയ എന്നുള്ള ആനിമേറ്റഡ് സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. വെർത്ത് വാച്ചിങ് ആണ്. ഡ്രാക്കുള സ്റ്റോറി പ്ലസ് നോവൽ ഇഷ്ടമുള്ളവർക്കെല്ലാം തന്നെ കണ്ടിരിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കാസ്റ്റൽവേനിയ. ഡെവിൾ മേ ക്രൈന്റെ കൂടെ ഞാനൊരു ബോണസ് ആയി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ആനിമെ വിൻ ബ്രേക്കർ. ആൻഡ് ഇതിന്റെ സെക്കൻഡ് സീസൺ ഈ കഴിഞ്ഞു പോയ April 3 കിക്ക് ഓഫ് ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ ഇതിന്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയ ടൈമിൽ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ആനിമെ പീക്കിലോട്ട് പോകുമെന്ന്. ബട്ട് ഒരു നല്ല ആനിമെ ആയിട്ടും വൺ ഡീഗ്രേഡിംഗ് ആയിരുന്നു ഈ ആനിമയ്ക്കെതിരെ നടന്നത്. ടോക്കിയോ റിവെഞ്ചേഴ്സിന്റെ ഒരു കോപ്പീഡ് വേർഷൻ ആണ് ഈ ആനിമെ എന്നൊക്കെ പറഞ്ഞ് ടോക്കിയോ റിവെഞ്ചേഴ്സ് ഫാൻസും വിൻ ബ്രേക്കർ ഫാൻസും ഓൺലൈനിൽ ഒരു വാർ തന്നെ നടത്തിയിരുന്നു. ബട്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ഈ ആനിമെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാനൊരു ആക്ഷൻ ലവർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഐ റിയലി എൻജോയ്ഡ് ദിസ് ആനിമെ. കാണുന്ന ഓരോ എപ്പിസോഡിലും ഒരു ഡിഫറെന്റ് വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ വർത്ത് വാച്ച്ഡ് ആയ ഒരു ആനിമയാണ് ഇതെന്ന് പറയാം. ആൻഡ് ഇനി വിൻ ബ്രേക്കർ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അതേപോലെ മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ലസാറസ് എന്ന ആനിമയെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ സീസണിൽ ഇത് കിക്ക് ഓഫ് ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ഇൻട്രോ എപ്പിസോഡ് വാസ് സോ ഗുഡ്. ആൻഡ് ഇത് തുടർന്നും കാണാൻ ധാരാളം കാരണങ്ങളുണ്ട് എന്ന് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ജോൺ വിക്ക് മൂവിയുടെ ആക്ഷൻ കൊറിയോഗ്രാഫറാണ് ഇതിന്റെയും ആക്ഷൻ സീൻസ് പ്ലാൻ ചെയ്യുന്നത്. ഓൾസോ ഇത് ഒരു മാപ്പ സ്റ്റുഡിയോ പ്രൊഡക്റ്റ് ആണ്. AOT, ജുജുട്സു കൈസൻ, വിൻലാൻഡ് സാഗ എക്സെട്ര ധാരാളം വണ്ടർഫുൾ ആയ ആനിമേറ്റ് ചെയ്ത സ്റ്റുഡിയോ ആണ്. സോ എന്നെ ഹൈപ്പാക്കിയത് ഈ ഒരു ഫാക്ട് തന്നെയായിരുന്നു. അതേപോലെ നമ്മുടെ കൗബോയ് ബീപോപ്പിന്റെ സെയിം ക്രിയേറ്റർ തന്നെയാണ് ലസാറസിന്റെയും ക്രിയേറ്റർ. ആൻഡ് ഈ ആനിമയുടെ പ്ലോട്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലേറ്റസ്റ്റ് ആയ എപ്പിസോഡ്സ് എല്ലാം തന്നെ വൈകാതെ റിലീസ് ആവും. ദെൻ ഫോർത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് യായിബ എന്ന ആനിമയാണ്. ആക്ച്വലി ഇതും ഒരു റീമേക്ക് വേർഷൻ ആണ്. 1993 ഇതിന്റെ ഒറിജിനൽ വേർഷൻ റിലീസ് ആയത് എന്ന് തോന്നുന്നു. യെസ്, 1993 തന്നെ. സോ 32 വർഷങ്ങൾക്ക് ശേഷം 2025 വീണ്ടും ഇത് ന്യൂജൻ ഫോർമാറ്റിൽ റീആനിമേറ്റ് ചെയ്യപ്പെട്ടു. ഓൾസോ അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ആദ്യ 3 സീസൺസ് ചെയ്ത വിറ്റ് സ്റ്റുഡിയോ ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയാം. അതായത് അവരാണ് ഇത് റീആനിമേറ്റ് ചെയ്തത്. ആൻഡ് വർത്ത് വാച്ചിങ് ആയ ഒരു ആനിമെ തന്നെയാണ്. ഒരു പ്രത്യേകതരം വൈബാണ് ഈ ആനിമയ്ക്കും. ഒരു പക്കാ ക്ലാസിക് ഐറ്റം തന്നെയാണ്. ആൻഡ് ക്ലാസിക് ആനിമെ ലവേഴ്സിനെല്ലാം ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ ആനിമെ നൽകുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു ആനിമയും കൂടെ വാച്ച് ചെയ്യുക. പ്രൊഡക്ഷൻ ക്വാളിറ്റി ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് വിധം എല്ലാം ടോപ്പ് നോച്ച് ആണ്. ആൻഡ് ലാസ്റ്റ് പറയാൻ പോകുന്നത് സകാമോട്ടോ ഡേയ്സിനെ കുറിച്ചാണ്. കറന്റ്ലി ട്രെൻഡിങ് ആയ ഒരു ന്യൂജൻ ആനിമയാണിത്. ഞാൻ അധികം ഒന്നും ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഇറ്റ്സ് ഓൾറെഡി വെരി പോപ്പുലർ. ആൻഡ് നിങ്ങളിൽ 90% ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആൻഡ് എനിക്ക് ഇതിലെ സൈഡ് ക്യാരക്ടറായ ഷിൻ എന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു. ഈ ആനിമയിൽ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഷിൻ ആണ്. സോ ഈ ആനിമ കാണുമ്പോൾ MCനെ മാത്രമല്ലാതെ സൈഡ് ക്യാരക്ടേഴ്സിനും ഇഷ്ടപ്പെടും. അത്രമാത്രം ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ആനിമയിൽ. ആൻഡ് ഇത് നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ മാങ്ക വായിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരിക. ഐ മീൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുക. എനിക്കും സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്. ഞാൻ പറഞ്ഞ ഈ ആനിമേസിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആനിമേസ് എല്ലാം കണ്ടു നോക്കുക. ആക്ച്വലി എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ ആനിമേസ് തന്നെയാണ്. ആൻഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. തുടർന്നും ഇതുപോലെ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ബൈ.